നമസ്കാരം. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രീഭദ്ര. ഞങ്ങളുടെ ഓൺലൈൻ അസംബ്ലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി പ്രാർത്ഥന. ഓം ജഗദീശ്വര സദാപി ചിന്മയ ജഗദീശ്വര വന്ദേ. ഓം ജഗദീശ്വര സദാപി ചിന്മയ ജഗദീശ്വര വന്ദേ. ഓം പരിപൂജിത പരാത്മരാത്മ. ഓം പരിപൂജിത പരാത്മരാത്മ അനവരതം വന്ദേ. അനവരതം വന്ദേ. അനവരതം വന്ദേ. എൻ്റെ പേര് വൈഗ CB. പുല്ലൂറ്റ് LP സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പ്രതിജ്ഞ. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ദുർഗന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നിൽക്കും. താങ്ക് യു. നമസ്കാരം. ഇന്നത്തെ ചിന്താ വിഷയം സ്വപ്നം കാണുക. ആ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ആ ചിന്തകൾ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക. APJ അബ്ദുൽ കലാം. താങ്ക് യു. നമസ്കാരം. ഞാൻ ശ്രീ പാരുൽ കാർത്തിക്. പ്രധാന വാർത്തകൾ. സിനിമ അവാർഡ് പ്രഖ്യാപിച്ചു. വാസന്തി മികച്ച ചിത്രം. അതിശക്തമായ മഴയ്ക്ക് സാധ്യത. യെല്ലോ അലർട്ട്. ജില്ലയിൽ കൊറോണ 1000 കടന്നു. കലാമണ്ഡലം 90 വയസ്സിലേക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. എൻ്റെ പേര് ലക്ഷ്മി നന്ദ. നമുക്കൊരു പാട്ട് കേട്ടാലോ? കേൾക്കാം. My orange balloon, my orange balloon flies high, flies high, flies high. I jump up high, I jump up high to catch the sky. But good, now catch the sky. My blue balloon flies high, flies high, flies high. I jump up high, I jump up high to get the sky. But good, not get the sky. Thank you. നമസ്കാരം. ഞാൻ ഖദീജ. ഞാൻ ഇവിടെ ഒരു കടങ്കഥ പറയാൻ പോകുകയാണ്. അമ്മക്ക് വാലില്ല, മകൾക്ക് വാലുണ്ട്. ഉത്തരം തവള. വെള്ളത്തിൽ വളർന്നു, വായുവിൽ പറന്നു. ഉത്തരം കൊതുക്. പൂട്ടാൻ എളുപ്പം, തുറക്കാൻ പ്രയാസം. ഉത്തരം തൊട്ടാവാടി. ഉറങ്ങും പക്ഷേ കണ്ണടിക്കില്ല. ഉത്തരം മീൻ. എന്റെ തോട്ടത്തിലെ പൂക്കൾ എണ്ണീട്ടും തീരുന്നില്ല. ഉത്തരം നക്ഷത്രം. നന്ദി. ലക്ഷ്മി. ഇന്ന് അബ്ദുൽ കലാമിന്റെ ജന്മദിനം. അദ്ദേഹത്തെ കുറിച്ച് ഏതാനും വാക്കുകൾ. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ
11ാമത്തെ പ്രസിഡന്റും. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിൽ രാമേശ്വരത്ത് ജനനം. ദാരിദ്ര്യം നിറഞ്ഞ ബാല്യമായിരുന്നു അബ്ദുൽ കലാമിൻ്റേത്. ചെറുപ്പത്തിൽ 10 വിതരണക്കാരനായി ജോലി ചെയ്തു. പിന്നീട് വൈമാനിക എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. അഗ്നി, പൃഥ്വി തുടങ്ങിയ ഇന്ത്യൻ മിസൈലുകളുടെ ശില്പി ഇദ്ദേഹമാണ്. ശാസ്ത്രരംഗത്തു നിന്നും ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിലേക്ക് ഉയർന്ന ആദ്യ വ്യക്തിയാണ് അബ്ദുൽ കലാം. 1997 ഭാരതരത്ന ലഭിച്ചു. പത്മവിഭൂഷണവും ലഭിച്ചിട്ടുണ്ട്. താങ്ക് യു. പുല്ലൂറ്റ് ഗവൺമെൻറ് LP സ്കൂളിലെ സ്കൂൾ അസംബ്ലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഖദീജയുടെ ഉമ്മ. ഞാനിന്നിവിടെ ഒരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിനെന്തൊക്കെ വേണം നോക്കാം. ഇതിന് പൂവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് കളർ പേപ്പർ വേണം, റെഡും ബ്ലാക്കും. എൻ്റെ കയ്യിൽ ഗ്രീൻ ഇല്ല, ഗ്രീൻ ഉള്ളൊരു ഗ്രീൻ എടുക്കാം. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇതുപോലെ ഒന്ന് ഒപ്പം വെച്ച് മടക്കിയിട്ട് വെട്ടാം. വെട്ടുമ്പോൾ പിള്ളേർ ഒരു കാരണവശാലും കത്രിക എടുക്കരുത്. രക്ഷിതാക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുക, അവർ വെട്ടിത്തരും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാം. ഞാൻ കത്രിക വെച്ച് വെട്ടാൻ പോവുകയാണ്. ഇതുപോലെ വെട്ടിക്കൊടുക്കാം. ഇതല്പം കൂടുതലായി, അപ്പോൾ ഞാൻ ഇത്തിരി വെട്ടിക്കളയുന്നുണ്ട് ഇതിന്. ഇത് നമുക്ക് പിന്നെ ഇതുപോലെ ഇങ്ങനെ വിട്ട് കൊടുക്കാം. ഇതുപോലെ വെട്ടി കൊടുക്കാം. ചെറുതാക്കി ശ്രദ്ധിക്കുക, കൈ മുറിയരുത്. കുട്ടികൾ ഒരിക്കലും കത്രിക ഒറ്റക്കെടുക്കരുത്. രക്ഷിതാക്കളും ഒപ്പം വേണം. നമുക്കിത് വെട്ടി കംപ്ലീറ്റ് ആക്കാം. ഇതുപോലെ നമുക്ക് വെട്ടണം. വെട്ടിയിട്ട് ഇതിനിടയിൽ ഇതുപോലെ നിർത്താം. നിർത്തുമ്പോൾ ശ്രദ്ധിക്കുക, കീറാൻ പാടില്ല. നിർത്തുമ്പോൾ ശ്രദ്ധിക്കണം, കീറാൻ പാടില്ല. ഇതുപോലെ നിർത്തിയിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് മടക്കി പശ വെച്ച് ഒട്ടിക്കണം. ഇതുപോലെ പശ വെച്ചിട്ട് മടക്കി ഒട്ടിക്കണം നമുക്ക്. ഇനി നമുക്കൊരു സ്റ്റിക്ക് ഉണ്ടാക്കണം. അതിന് ഈർക്കിലിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഇവിടെ നിന്ന് മടക്കിയിട്ട് ചെയ്യണം. കാണിച്ചിട്ട് ഇതുപോലെ സ്റ്റിക്ക് ഉണ്ടാക്കണം. എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സ്റ്റിക്ക് ഉണ്ടാക്കാൻ. ഇതുപോലെ സ്റ്റിക്ക് ഉണ്ടാക്കാം. ഞാനിതുപോലെ ഇപ്പം ഒരു ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. പേപ്പർ ബ്ലാക്ക് ആയിരുന്നത്. ഗ്രീൻ ഉള്ളൊരു ഗ്രീൻ പേപ്പർ എടുക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഗ്ലൂ ഇവിടെ ഈ സൈഡിൽ അപ്ലൈ ചെയ്യുക. ഇതുപോലെ അടിക്കടിയൊക്കെ ചുരുട്ടിപ്പോവാം. പതുക്കെ ചുരുട്ടണം, അല്ല വിട്ടുപോരാൻ സാധ്യതയുണ്ട്. പതുക്കെ ചുരുട്ടാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ലീഫ് വെക്കണം, ലീഫ് ഉണ്ടാക്കാം. ഇപ്പോൾ എൻ്റെ ഒരു ഗ്രീൻ പേപ്പർ ഉണ്ടായി ലീഫ് ഉണ്ടാക്കാനായിട്ട്. ഇത് ലീഫ് ഉണ്ടാക്കുന്ന പേപ്പറാണ്. ഇത് ആദ്യം നമ്മൾ റൈറ്റിലേക്ക് വെട്ടിക്കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് വെട്ടിക്കൊടുക്കുക. ആദ്യം റൈറ്റിലേക്ക് പിന്നെ ലെഫ്റ്റിലേക്ക് അങ്ങനെ ഇതുപോലെ വെട്ടി കൊടുക്കുക. ആ ലെഫ്റ്റിലത്തെ വെട്ടുന്ന പീസ് കളയണം. റൈറ്റിലേക്ക് വെട്ടുന്ന പീസ് നമുക്ക് കളയാൻ പാടില്ല. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. ഇതിപ്പോൾ ഇതുപോലെ വരും. ഇതുപോലെ വരും. ഫുള്ളായിട്ട് നമുക്ക് വെട്ടാം. നമുക്കിതിന് വെച്ച് കൊടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്യുക.
ഇതുപോലെ നമ്മൾ നേരത്തെ ഫ്ലവർ ചുറ്റില്ല, അതുപോലെ പതുക്കെ പതുക്കെ ചുറ്റി കൊടുത്താൽ മതി. നമ്മൾ ഇത് ചുറ്റിയതിന് ശേഷം നമ്മൾ കൈ വെച്ച് പതുക്കെ ഇങ്ങനെ അടിയിൽക്കൊന്ന് ആക്കി കൊടുക്കുക. കണ്ടോ, നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഷോ കേസിലൊക്കെ വെക്കാം. അപ്പോൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തി വെക്കാം. നല്ലതാണ്. താങ്ക് യു.